الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم القصاص في القتلى الحر بالحر والعبد بالعبد والأنثى بالأنثى فمن عفي له من أخيه شيء فاتباع بالمعروف وأداء إليه بإحسان ذلك تخفيف من ربكم ورحمة ومن اعتدى بعد ذلك فله عذاب أليم ولكم في القصاص حياة يا أولي الألباب لعلكم تتقون. സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന് ഉണർത്തുന്നു. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളും മുവഹ്ഹിദുകളുമായി ജീവിക്കുവാനും മരണപ്പെടുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം അൽ ബഖറയിലെ 178, 179 വചനങ്ങളാണ് ഞാൻ ഓതിവെച്ചത്. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കുത്തിബ അലൈക്കുമുൽ ഖിസാസ്, നിങ്ങൾക്ക് ഖിസാസ് പ്രതിക്രിയ തുല്യ ശിക്ഷ നടപ്പിലാക്കുക എന്നത് നിർബന്ധമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ഫിൽ ഖത്ല, കൊല്ലപ്പെട്ടവരുടെ കാര്യത്തിൽ. അൽ ഹുർറു ബിൽ ഹുർർ, സ്വതന്ത്രന് പകരം സ്വതന്ത്രൻ. വൽ അബ്ദു ബിൽ അബ്ദ്, അടിമയ്ക്ക് പകരം അടിമ. വൽ ഉൻസ ബിൽ ഉൻസ, പെണ്ണിന് പകരം പെണ്ണ്. ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ശൈഉൻ, തന്റെ സഹോദരൻ എന്തെങ്കിലും വല്ല ഇളവും അവന് അനുവദിക്കപ്പെടുകയാണ് എങ്കിൽ ഫത്തിബാഉം ബിൽ മഅറൂഫ്, അവർ സദാചാരം പാലിക്കണം, മഅറൂഫോടുകൂടി അത് പിൻപറ്റണം. വഅദാഉൻ ഇലൈഹി ബിഇഹ്സാൻ, ഏറ്റവും നല്ല നിലയിൽ അത് കൊടുത്തു വീട്ടുകയും വേണം. ദാലിക തഖ്ഫീഫും മിർ റബ്ബിക്കും, അത് നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള ഒരു ഇളവാണ്. വഅദാ വറഹ്മ, അല്ലാഹുവിങ്കൽ നിന്നുള്ള കാരുണ്യവുമാണ്. വമൻ ഇഅ്തദാ ബഅദ ദാലിക, അതിനുശേഷം പിന്നെയും ആരെങ്കിലും അതിക്രമം കാണിച്ചാൽ ഫലഹു അദാബുൻ അലീം,
അവന് വേദനാജനകമായ ശിക്ഷയുണ്ട്. വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ, ബുദ്ധിമാന്മാരെ, തുല്യ ശിക്ഷ നൽകുന്നതിലാണ് ജീവിതത്തിന്റെ നിലനിൽപ്പ്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരാൻ വേണ്ടി. ഇതാണ് ഈ രണ്ട് വചനങ്ങളുടെ സാരം. സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു മലയാളി യുവാവിന് ആ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതിന് ആരെയാണോ വധിച്ചത്, ആ വധിക്കപ്പെട്ട കുട്ടിയുടെ രക്ഷകർത്താക്കൾ, കുടുംബാദികൾ ആവശ്യപ്പെട്ട തുക, നമ്മൾ സാധാരണ ബ്ലഡ് മണി എന്ന് പറയുന്നത്, ആവശ്യപ്പെട്ടതും അതുപോലെ അതുമായി ബന്ധപ്പെട്ട ആ പൈസ സമാഹരിക്കാൻ വേണ്ടി മലയാളികൾ അങ്ങേയറ്റം ചേർന്ന് നിന്നുകൊണ്ട് അതിന് പരിഹാരം കാണുകയും ചെയ്ത ഒരു സംഭവം ഏറെ ചർച്ചയായതാണ് നമ്മുടെ നാട്ടിൽ. ഇപ്പോഴും ആ ചർച്ച തീർന്നിട്ടില്ല. അനുകൂലവും പ്രതികൂലവുമായ ഒരുപിടി ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയകളിലുമൊക്കെ നമ്മൾ കണ്ടതാണ്. ആ വിഷയം ഉണ്ടായ ഉടനെ അതെന്ന് ഞാൻ പരാമർശിച്ചിരുന്നു, ഇത്ര വിശദീകരിച്ചല്ലെങ്കിലും. കിട്ടുന്ന അവസരങ്ങളൊക്കെ പരിശുദ്ധ ഇസ്ലാമിന്റെ നേരെ കുതിര കയറുവാനും ഇസ്ലാമിന്റെ പരിപാവനമായ സന്ദേശങ്ങളെ, മാനവികത മുന്നിൽ വെച്ചുകൊണ്ട് നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങളെ വളരെ മോശമായി തെറ്റിദ്ധരിപ്പിക്കുവാനും ചിത്രീകരിക്കുവാനും ഇറങ്ങിത്തിരിക്കുന്നവരെല്ലാം അവരുടേതായ ശ്രമങ്ങൾ ഈ വിഷയവുമായി കൊണ്ടുപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും തീർന്നിട്ടില്ല. അതേസമയം മനുഷ്യപ്പറ്റുള്ളവർ പരിശുദ്ധ ഇസ്ലാമിന്റെ മാനവ മുഖത്തെ, മനുഷ്യമുഖത്തെ മനസ്സിലാക്കിയവർ ഒന്നടങ്കം ഇത്തരം കാര്യങ്ങളെ അങ്ങേയറ്റം പ്രശംസിക്കുകയും ചെയ്തത് ഈ രണ്ടു വശവും നാം കാണുകയും കേൾക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ സമയം ഒന്ന് ഉണർത്തുക എന്നുള്ളതാണ് ഇൻഷാ അള്ളാഹ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാം വിമർശകർ ഒരു ഭാഗത്ത് ഇതിനെതിരെ ഉറഞ്ഞു തുള്ളുകയാണ് നന്നായി. 6-ാം നൂറ്റാണ്ടിലെ നിയമമാണ്, കിരാതമാണ്. പിന്നെ സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യം യാഥാസ്ഥിതികയുടെ രാജ്യമാണ്. ഇത്രയധികം പണം ചോദിച്ചത് മനുഷ്യത്വമായിട്ടില്ല. സൗദി അറേബ്യ ചോദിച്ച മാതിരിയാണ് ഇപ്പം പറയുന്നത് കേൾക്കുമ്പോൾ. അവർക്ക് പണം ഇല്ലല്ലോ, അപ്പൊ അതുകൊണ്ട് അവർക്കിത് വേണ്ടി വരും. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകളും ചലനങ്ങളും പരാമർശങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവം എന്താണെന്ന് നമുക്കറിയാം. അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരു കുട്ടിയെ അബദ്ധവശാൽ വധിച്ചതിന്, കൊല്ലപ്പെട്ടതിന് ശേഷം അബദ്ധവശാൽ മരിച്ചു കുട്ടി, ഒരു കയ്യബദ്ധ നിമിത്തം. പക്ഷേ ആ കയ്യബദ്ധം പെട്ടെന്ന് ബോധ്യപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നില്ല. മറിച്ച് അത് വേറൊരു കഥയാക്കി തീർക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ അത് വസ്തുനിഷ്ഠമായി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ് ചെയ്തത്. ഈ വധശിക്ഷ എന്ന് പറയുന്നത് കേട്ടാൽ തോന്നും ഇസ്ലാമിൽ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയില്ല. നമ്മുടെ നാട്ടിലില്ലേ വധശിക്ഷ? വധശിക്ഷ നമ്മുടെ നാട്ടിലുണ്ടല്ലോ, നിയമം അനുസരിച്ചുണ്ട്. എത്രയോ പേരാണ് ഇപ്പോഴും ജയിലറകളിൽ വധശിക്ഷ കാത്തു കഴിയുന്ന ആൾക്കാർ. അപ്പൊ അത് മിക്ക രാജ്യങ്ങളിലും ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം അതെന്തിനാണ്? വധശിക്ഷ എന്ന് പറയുന്നത് കുറെ ആൾക്കാരെ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമമല്ലല്ലോ. മറിച്ച് ഒരാൾ വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുമ്പോൾ ആ കുറ്റം ചെയ്യുന്നവർ പിന്നീട് തനിക്കും ഇതേ ഗതിയായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കുറ്റത്തിൽ നിന്ന് ഒഴിവ് നിൽക്കാൻ വേണ്ടി സമൂഹത്തിന്റെ, രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനും ഭദ്രതയ്ക്കും സമൂഹത്തിന്റെ നല്ല നിലനിൽപ്പിനും വേണ്ടിയിട്ട് ആണ് ശിക്ഷകൾ സാധാരണയായി നടപ്പിൽ വരുത്തുക. ഏത് രാജ്യമായിരുന്നാലും ശരി. സൗദി അറേബ്യ ഖുർആനും സുന്നത്തും അനുസരിച്ച് പരമാവധി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ഇത്തരം കാര്യങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ശിക്ഷയായിരിക്കും അവിടെ വിധിക്കപ്പെടുക. പക്ഷെ ഇതിലേക്ക് നാം കടക്കുന്നതിന് മുമ്പ് പരിശുദ്ധ ഇസ്ലാം വളരെ വ്യക്തമായി പഠിപ്പിച്ച ഒരു കാര്യം, ഈ കൊലപാതകം എന്ന് പറയുന്നത്, ഒരാളെ വധിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ പാതകമായിട്ടാണ് കാണുന്നത്. വിശുദ്ധ ഖുർആനില് വല്ലദീനലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹുവിനോടൊപ്പം ആരെയും വിളിച്ചു പ്രാർത്ഥിക്കാത്തവർ എന്ന് ഇബാദുർ റഹ്മാന്റെ അടയാളങ്ങൾ എണ്ണി പറയുന്ന കൂട്ടത്തിൽ
പരാമർശിച്ചപ്പോൾ രണ്ടാമത് പറഞ്ഞത് വലാ യഖ്തുലൂന നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അന്യായമായി അള്ളാഹു ആദരിച്ച, നിഷിദ്ധമാക്കിയ, പവിത്രമാക്കിയ ഒരു നഫ്സിനെ, ഒരു ശരീരത്തെ, ഒരു വ്യക്തിയെ വധിക്കാത്തവരും എന്ന് പറയും. ഖത്ലുൻ നഫ്സ് എന്ന് പറഞ്ഞാൽ ഉടനെ അല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. ഈ പ്രയോഗം ഖുർആനിലും ഹദീസിലും ഉടനീളം നമുക്ക് കാണാം. 7 മഹാപാപങ്ങൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് എണ്ണി പറഞ്ഞു തന്നു. ആ 7 പാപങ്ങളിൽ ഒന്ന് ശിർക്കാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കൽ. രണ്ടാമത് എടുത്തു പറഞ്ഞത് ഖത്ലുൻ നഫ്സാണ്. അവിടെയും അല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അന്യായമായി ഒരു വ്യക്തിയെ, ഒരു മനുഷ്യനെ വധിക്കാനുള്ള അവകാശം ആർക്കും ഇല്ല. തന്നെയുമല്ല, ഖുർആൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ മുൻപോട്ട് കുതിച്ചുകൊണ്ടുള്ള പരാമർശമാണ് നടത്തിയിട്ടുള്ളത്. കാബീലിന്റെയും ഹാബീലിന്റെയും സംഭവമൊക്കെ വിശദീകരിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു പറയുന്നുണ്ട്, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതലൻ നാസ ജമീഅ. ഒരു മനുഷ്യന്റെ ജീവന് മുഴുവൻ മനുഷ്യന്റെയും ജീവന്റെ വിലയാണെന്ന് പറഞ്ഞ ഒരേ ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനും അതനുസരിച്ച് ജീവിക്കുന്ന സമൂഹത്തെയുമാണ് വേണ്ടാത്ത രൂപത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഭരണാധികാരികൾ മുതൽ ഇന്ന് താഴേക്കടയിലുള്ളവർ വരെ അതിൽ നിന്ന് മോചിതരല്ല എന്നുള്ളത് നമുക്കറിയാം. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇവിടെ ഖുർആൻ പറഞ്ഞത് എന്താ? ഒരു നഫ്സ്, ഒരു വ്യക്തിയെ കൊന്നു, അല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കി, അതിന് പകരം ആയിട്ടല്ലാതെ ആരെങ്കിലും വധിച്ചാൽ, അന്യായമായി വധിച്ചാൽ ഫകഅന്നമാ ഖതലൻ നാസ ജമീഅ, മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണ് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കി അല്ലെങ്കിൽ ഒരാളിനെ കൊന്നു എന്ന് പറയുമ്പോൾ നാളെ വ്യക്തികൾക്ക് ഇത് കയ്യിലെടുത്തുകൊണ്ട് നിയമം നടപ്പിലാക്കാനല്ല പറഞ്ഞത്. അപ്പൊ ആ നിലയില് കൃത്യമായ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് അത് പറയുന്നത്. അത് കോടതിക്കും ഉത്തരവാദപ്പെട്ട ഭരണകൂടത്തിനൊക്കെയുള്ള അവകാശങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അല്ലാതെ ഓരോരുത്തരായിട്ട് നിയമം കയ്യിലെടുത്ത് കൊല്ലാൻ തുടങ്ങിയാൽ പിന്നെ നാട്ടിൽ മനുഷ്യന്മാരുണ്ടാവുമോ ബാക്കി? അപ്പൊ അതല്ല സൂചിപ്പിക്കുന്നത്. എന്നിട്ട് ഖുർആൻ പറഞ്ഞത് എന്താ? വമൻ അഹിയാഹ, ആ ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിച്ചാൽ ഫകഅന്നമാ അഹിയൻ നാസ ജമീഅ, മുഴുവൻ മനുഷ്യരുടെയും ജീവൻ രക്ഷിച്ചതുപോലെയാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ ഖത്ലുൻ നഫ്സ് അഥവാ മനുഷ്യവധം, കൊലപാതകം എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത്, മനസ്സിലാക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് അകന്നു നിൽക്കാതെ ആ രൂപത്തിലുള്ള ആ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റ് ചെയ്തവർക്ക് അവരുടെ തൗബയും അവരുടെ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ച് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസ്ഥ മരണാനന്തര ജീവിതത്തിലാണ്. അതല്ല, ഈ ലോകത്ത് ജീവിക്കുന്നവർ ഇവിടെ നിയമം കൃത്യമായി പോകണം, മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ള രൂപത്തിൽ ഭൗതികമായ ശിക്ഷ, ഭരണകൂടത്തിന് നൽകാവുന്ന ശിക്ഷയെക്കുറിച്ചും കൃത്യമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. അത് ഇപ്പൊ നമ്മൾ നോക്കിയാൽ കൊലപാതകം സ്വാഭാവികമായും 2 വിധത്തിൽ കാണാം. ഒന്ന്, അബദ്ധവശാൽ ചെയ്തു പോവുക, കരുതിക്കൂട്ടി അല്ലാത്ത നിലയിൽ സംഭവിക്കാവുന്നതാണ്. അപ്പൊ ആ നിലയിൽ ചെയ്താൽ അതിന് കൃത്യം അവിടെ അങ്ങനെ അബദ്ധവശാൽ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ കൊന്നവനെ ശിക്ഷിക്കാനോ വധശിക്ഷയ്ക്ക് വിധേയമാക്കുവാനോ ഇസ്ലാം പറയുന്നില്ല. അപ്പൊ എല്ലാത്തിനെയും കൊന്നുകളയാനുള്ള നിർദ്ദേശമാണ് ഖുർആൻ പറയുന്നത്. 6-ാം നൂറ്റാണ്ടാണ്, കിരാതമാണെന്നൊക്കെ പറയുന്നവർ ഇതൊക്കെ ഒന്ന് വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമെങ്കിലും നടത്തേണ്ടതില്ലേ? ശ്രമിക്കൂല. വേർതിരിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ വസ്തുനിഷ്ഠമായി കാര്യം മനസ്സിലാവും. കാര്യം മനസ്സിലായാൽ പിന്നെ കുതിര കയറാൻ പറ്റൂല ഇസ്ലാമിനെതിരെ. അതുകൊണ്ട് അങ്ങനെ പടച്ചു വിടുക തന്നെ ഓരോ കാര്യവും. കൃത്യമായി വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം നിസായിലെ 92-ാമത്തെ വചനത്തിൽ അബദ്ധവശാൽ ഒരാളെ കൊന്നു കഴിഞ്ഞാലുള്ള നിയമം കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. അവിടെ വധശിക്ഷയല്ല പറയുന്നത്. എന്താ പറയുന്നത്? വമാ കാന ലി മുഅ്മിനിൻ അൻ യഖ്തുല മുഅ്മിനൻ ഇല്ലാ ഖതഅ, അബദ്ധവശാലല്ലാതെ ഒരു വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസിയെ വധിക്കാവതല്ല. വമൻ ഖതല മുഅ്മിനൻ ഖതഅൻ, അങ്ങനെ അബദ്ധവശാൽ ഒരു വിശ്വാസി ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ഫതഹരീറു റഖബത്തിൻ മുഅ്മിന, 2 കാര്യം പറയുന്നു. ഒരു അടിമയെ മോചിപ്പിക്കുക, സത്യവിശ്വാസിയായ ഒരു അടിമയെ മോചിപ്പിക്കുക. വദിയത്തും മുസല്ലമത്തുൻ ഇലാ അഹ്ലിഹി, അല്ലെങ്കിൽ ആരാണോ വധിക്കപ്പെട്ടത്, അബദ്ധവശാൽ വധിക്കപ്പെട്ടത്, ആ വധിക്കപ്പെട്ടവന്റെ കുടുംബത്തിന് സ്വീകാര്യോഗ്യമായ, കൊല്ലപ്പെട്ടവന്റെ കുടുംബത്തിന് പറ്റുന്ന നിലയിലുള്ള എന്തെങ്കിലും ഒരു പ്രായശ്ചിത്തം അവർ നിശ്ചയിക്കും.
ആ പ്രായശ്ചിത്തം നിശ്ചയിച്ചതാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്നതും കേൾക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന, ചർച്ച ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ 34 കോടിയുടെ കണക്കും മുസ്ലിം ആയതുകൊണ്ട് പിരിച്ചു കൊടുത്തതാണെന്ന് പറയുന്നതും, കൊലപാതകിക്ക് പൈസ പിരിക്കാൻ ആൾക്കാർ ഓടിക്കൂടി എന്ന് പറയുന്നതും, ഒരു മുസ്ലിം അല്ലായിരുന്നുവെങ്കിൽ ആരെങ്കിലും ചെയ്യുമായിരുന്നോ എന്ന് ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന വർഗീയതയുടെ കണ്ണുകൊണ്ട് എല്ലാറ്റിനെയും നോക്കിക്കാണുന്ന ആണും പെണ്ണും ഒക്കെ പരാമർശിച്ചുകൊണ്ട് നടക്കുന്ന കാര്യം ഇതാണ്. അപ്പൊ ആ കുടുംബം ത്തിനാണ് ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം. എന്നിട്ട് ആ വചനം അങ്ങനെ നീണ്ടുപോകുന്നു. ഇല്ല എന്നൊരു പ്രയോഗമുണ്ട്. ആരാണോ വധിക്കപ്പെട്ടത് ആ വധിക്കപ്പെട്ടവന്റെ കുടുംബക്കാര് ഇവന് വേണ്ട വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തുകൊണ്ട് ഇനി ഒന്നും വേണ്ട, അവനെ ശിക്ഷിക്കണ്ട എന്ന് പറയാനുള്ള അവകാശം പോലും ഉണ്ട് എന്നുള്ളതാ. ഇതാണ് മാനവികതയുടെ മുഖം. വിശുദ്ധ ഖുർആൻ കാണിച്ചു തരുന്ന മാനവികതയുടെ മുഖം. ബോധപൂർവമായിട്ടാണ് വധിക്കുന്നതെങ്കിലോ അതിന് ഈ ഇസ്ലാമിൽ ഖുർആന്റെ നിയമം അനുസരിച്ച് വധശിക്ഷ തന്നെയാണ് അതിന്റെ പരിഹാരമായി പറഞ്ഞു തന്നിട്ടുള്ളത്, നിർദ്ദേശിച്ചിട്ടുള്ളതാ. അതുകൊണ്ടാണ് സൗദിയിലെ കോടതി ആ രൂപത്തിൽ നമ്മുടെ ഈ മലയാളിയായ യുവാവിനെതിരെ വിധിച്ചത്. അത് മനഃപൂർവ്വമാണ് എന്നവർ പരാതിക്കാർ അത് തെളിയിക്കുന്നു. മറ്റവനത് തെളിയിക്കാൻ കഴിയാതെ വരുന്നു. ചെറിയ കോടതി, വലിയ കോടതി, അതിന്റെ മുകളിലത്തെ കോടതി, നമ്മുടെ പിടുത്തമാരിയെല്ലാം ഉണ്ടല്ലോ അവിടെ. അവസാനം ഒരുപാട് അനുരഞ്ജനങ്ങളും കാര്യങ്ങളും ഒക്കെ അതുമായി ബന്ധപ്പെട്ട് നടന്നു എന്നുള്ളതാണ്. എന്നിട്ട് മനഃപൂർവ്വം വധിച്ച ഒരാളിന് അയാൾക്ക് മാപ്പ് കൊടുക്കാനുള്ള അവകാശമോ, അയാളെ വധിക്കണമെന്ന് പറയാനുള്ള അവകാശമോ, അയാളെ വെറുതെ വിടണമെന്ന് പറയാനുള്ള അവകാശമോ, അതല്ല എന്തെങ്കിലും പ്രായശ്ചിത്തം നൽകിയിട്ട് വിടണമെന്ന് പറയാനുള്ള അവകാശമോ ഭരണകൂടത്തിനോ കോടതിക്കോ ഇല്ല. അതാണ് ഇസ്ലാമിലെ നിയമം. പിന്നെ ആർക്കാണ് അതിനുള്ള അവകാശം? വധിക്കപ്പെട്ടവന്റെ കുടുംബത്തിനാണ്. ആ കുടുംബത്തിന് അതിന് അവകാശമുണ്ട്. വളരെ വാശിയോടുകൂടി പറയാം, ഇവനെ കൊന്നേ തീരൂ, ഞങ്ങളുടെ മനസ്സെന്നതിലെ സംതൃപ്തി അടയുകയുള്ളൂ എന്ന് പറഞ്ഞാൽ വധശിക്ഷ നടപ്പിലാക്കാതെ കോടതിക്കും ഗവൺമെന്റിനും രക്ഷയില്ല. അതല്ല, ഇത്ര രൂപത്തിലുള്ള ഒരു നിശ്ചയിച്ചുകൊണ്ട്, ഒരു ഫിദിയ അല്ലെങ്കിൽ ഒരു പ്രായശ്ചിത്തം നിശ്ചയിച്ചുകൊണ്ട് അവനെ മോചിപ്പിക്കാം, അതിന് ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ കോടതി അത് സ്വീകരിക്കണം. അപ്പൊ ആർക്കാണ് അവിടെ സ്ഥാനം എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം. ഇത്ര ഭംഗിയായി, ഇത്ര മാനവികമായി ചിന്തിക്കുന്ന ഈ ദർശനത്തെയാണ് മോശമായി ചിത്രീകരിക്കുന്നതെന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം തോന്നുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ എന്താ അങ്ങനെ ഒരു സമ്പ്രദായം ഒന്ന് ആലോചിച്ചു നോക്ക്. വേറെ എവിടെങ്കിലും ഉണ്ടോ എന്ന് ആലോചിച്ചു നോക്ക്. ഈ നിയമത്തിലല്ലാതെ ഇന്ത്യയിലല്ലല്ലോ വധശിക്ഷ. ഇപ്പൊ കീഴ്ക്കോടതി വധശിക്ഷ വിധിച്ചു, മേൽക്കോടതി ചെന്നു ശരിവെച്ചു, അതിനപ്പുറത്തി ചെന്നു അവിടെയും ശരിവെച്ചു, സുപ്രീം കോടതിയുടെ ഫുൾ ബെഞ്ച് അത് ശരിവെച്ചു. അവസാനം ഒരേ ഒരു മാർഗം, രാഷ്ട്രപതിക്ക് ദയാഹർജി കൊടുക്കുക. രാഷ്ട്രപതിയും അത് തള്ളി. പിന്നെ കുടുംബക്കാർക്ക് പറയാനുള്ള അവകാശമില്ല, അവനെ വെറുതെ വിട്ടേക്കുന്നു. അതാണ് ഇവിടുത്തെ നിയമം. ഇസ്ലാമിക നിയമം അതല്ല. കീഴ്ക്കോടതി വിധിച്ചു, മേൽക്കോടതിയിൽ അപ്പീല് പോയപ്പോൾ ചിലപ്പോൾ അത് തള്ളാം. സ്വാഭാവികമായി ഇവിടെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ അവിടെ നീതിക്കാണ് സ്ഥാനം, ഇസ്ലാമിക നിയമത്തിനാണ് സ്ഥാനം. അപ്പൊ അതനുസരിച്ചുള്ള വിധികൾ 1 by 1 ആയിട്ട് കഴിഞ്ഞ് അവസാനം വധശിക്ഷ പൂർണ്ണമായും ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി രക്ഷയില്ലാത്ത അവസ്ഥ വന്നാൽ പിന്നുള്ള മാർഗം കുടുംബക്കാരുമായിട്ടുള്ള അപേക്ഷയാണ്. അവരോട് പറയാം വെറുതെ വിടണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രായശ്ചിത്തം നിശ്ചയിച്ചാൽ അത് തരാൻ തയ്യാറാണ്. അങ്ങനെയുള്ള ഒരുപാട് സംസാരവും ചർച്ചയും അപേക്ഷ സമർപ്പണവും ഒക്കെ ഈ കുടുംബക്കാരുമായി നടത്തി. നമ്മൾ കുറെ അധികം വായിച്ചതാണ്, ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. അപ്പം എന്നിട്ട് അവസാനം അവരാദ്യം ചോദിച്ചത് 3 ലക്ഷം സൗദി റിയാലാണ്. ഇതിന് ദിയയായിട്ട് ചോദിച്ചത്. ഇവനെ വിടണമെങ്കിൽ, വധിക്കാതിരിക്കണമെങ്കിൽ. അവിടെയും നിയമം പോണത് ആ കുടുംബത്തിന്റെ അടുക്കലേക്കാണ്, വേറെ എങ്ങത്തും പോകുന്നില്ല. കാരണം ഒരു ചെറിയ കുട്ടിയാണ് വധിക്കപ്പെട്ടത്, അതാണ് അതിന്റെ ഗൗരവമുള്ള വിഷയം. ആ കുട്ടി ആരോഗ്യമുള്ള കുട്ടിയുമല്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടു വന്ന് അവസാനം ഇവരുടെ കുടുംബക്കാരുമായി മലയാളികളായ ഒരുപിടി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തി അവസാനം 3 ലക്ഷം സൗദി റിയാല് തന്നാൽ പിന്നെ മോചിപ്പിക്കാമെന്ന് അവർ പറയുന്നു. അത് സമാഹരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമായ കാര്യമല്ലാത്തത് കൊണ്ട് ഇതിലിടപെട്ട ആളുകൾ വീണ്ടും വീണ്ടും ഇവരുമായി ആശയവിനിമയം നടത്തി അവസാനം അത് 1.5 ലക്ഷമായി ചുരുക്കി. ആ 1.5 ലക്ഷത്തിന്റെ ഇന്ത്യൻ രൂപയാണ് 34 കോടി രൂപ. ഇതാണ് നമ്മുടെ മലയാളികളെല്ലാം കൂടി ജാതിയും മതവും ഒന്നും നോക്കാതെ
കൃത്യമായത് സമാഹരിച്ച് എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമം നടത്തി. അതിന്റെ ബാക്കി കാര്യങ്ങൾ ഇനി പൂർത്തിയായിട്ടേ മോചിതനായി വരാൻ കഴിയുകയുള്ളൂ. ഞാനിത് സൂചിപ്പിച്ചത്, ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇസ്ലാമിന്റെ മേൽ അങ്ങോട്ട് ഓടിക്കയറി കിരാതമാണ്, എത്ര കാടത്തമാണ് എന്നൊക്കെയുള്ള ലെവലിലേക്ക് പോകുമ്പോൾ ഈ ഇസ്ലാമിക നിയമവും ഈ പറഞ്ഞു നടക്കുന്നവരുടെ നിയമവും തമ്മിലുള്ള ഒരു വ്യത്യാസം കൃത്യമായി ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നീതി വിട്ട ഒരു കാര്യവും ഖുർആന്റെ അനുയായികൾക്ക് ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ സൗദി അറേബ്യയിലാണല്ലോ ഈ സംഭവം നടക്കുന്നത്. സൗദി അറേബ്യയില് ഇപ്പൊ രാജാവ് വിചാരിച്ചാൽ പോലും ഇയാളെ മോചിപ്പിക്കാൻ കഴിയില്ല. അതാണ് അതിന്റെ അവസ്ഥ. അതേസമയം കുടുംബത്തിലെ ഒരു പാവപ്പെട്ടവനാണെങ്കിൽ അവന് പറയാം, അവന് വെറുതെ വിട്ടേക്കണം. അങ്ങനെ എത്രയോ സംഭവങ്ങൾ സൗദി അറേബ്യയിൽ നടന്നിട്ടുണ്ട്. വധശിക്ഷ വിധിക്കപ്പെട്ടിട്ട് ഒന്നും വാങ്ങാതെ, കുടുംബം ഒന്നും വാങ്ങാതെ മോചിപ്പിച്ചു വിട്ട സംഭവങ്ങളുണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു തുക പറഞ്ഞിട്ട് മോചിപ്പിച്ചു വിട്ട സംഭവങ്ങളുണ്ട്. അവർക്ക് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോൾ, കൊലയാളിക്ക് കൊടുക്കാൻ വയ്യാത്ത അവസ്ഥ വന്നപ്പോൾ രാജാവ് തന്നെ പൈസ കൊടുത്തുകൊണ്ട് മോചിപ്പിച്ച സംഭവങ്ങളുണ്ട്. ഇതൊന്നും ആരും കാണുന്നില്ല, ഇതൊന്നും ആരും കേൾക്കുന്നില്ല, ഇതൊന്നും ആരും വായിക്കുന്നില്ല, അറിയുന്നില്ല. ആകെ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ചെറുത് പിടിച്ച് തൂങ്ങിക്കൊണ്ട് ഇസ്ലാം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു പോകുമ്പോൾ നമ്മളും അറിയാതെ എന്നാലും എന്നൊരു പറച്ചിലേക്ക് നമ്മൾ എത്താറുണ്ട്. ആ പറച്ചിലേക്ക് നമുക്ക് പോകേണ്ട അവകാശമില്ല. കാരണം ഇസ്ലാം കുറ്റമറ്റതാണ്. അതിന്റെ നിയമങ്ങൾ, ശിക്ഷാ നിയമങ്ങളായിരുന്നാലും ഏത് നിയമങ്ങളായിരുന്നാലും കുറ്റമറ്റതാണെന്ന് നാം മനസ്സിലാക്കുക. അപ്പൊ അവിടെ വിശുദ്ധ ഖുർആൻ എന്തു പറയുന്നുവോ, അല്ലെങ്കിൽ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട കുടുംബത്തിന്റെ തീരുമാനം എന്താണോ അതാണ് അവിടെ നടപ്പിൽ വരുത്തുക. അപ്പൊ ഇതൊക്കെ നടന്നിട്ടും ശിക്ഷ വിധിച്ചു കഴിഞ്ഞിട്ട് കോടതിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, ഭരണാധികാരിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, ഈ കുടുംബത്തിനെ കഴിയുള്ളൂ. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഇത്ര തന്നാൽ മോചിപ്പിക്കാം, അതിനുള്ള സമാഹരണമാണ് നടത്തിയത്. അവിടെയും ജാതിയും മതവും വർഗീയതയും വർഗവും വർണ്ണവും ഒക്കെ നോക്കി വിലയിരുത്താൻ തുടങ്ങുന്ന ഒരു യുഗത്തിലാണ്, ഒരു കാലത്താണ്, ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ വല്ലാതെ വിഷമം തോന്നിപ്പോകുന്നു. അത് ആവർത്തിക്കുകയാണ് ഞാൻ സൂചിപ്പിച്ചത്. രാജാവിന് പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതിന് വളരെ വ്യക്തമായ തെളിവ് സൗദി രാജകുടുംബത്തിൽ നിന്ന് തന്നെ ഇത്തരം സംഭവം ഉണ്ടായിട്ട് രാജകുടുംബത്തിന് രക്ഷപ്പെടുത്താൻ കഴിയാത്ത, അതേസമയം ആ കുടുംബം എന്തു പറഞ്ഞുവോ ആ കുടുംബത്തിന്റെ തീരുമാനത്തിനനുസരിച്ച് ശിക്ഷ വിധിക്കപ്പെട്ട സംഭവങ്ങളൊക്കെ സൗദി അറേബ്യയിലുണ്ട്. നിങ്ങൾ നോക്ക്, അബ്ദുൽ അസീസ് രാജാവ് ആരാ? സൗദി ഭരണകൂടത്തിന്റെ സ്ഥാപകനാണ്. ആ അസീസ് രാജാവിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു രാജകുമാരൻ വേറൊരാളിനെ വധിക്കുകയാണ്, വെടിവെച്ച് കൊല്ലുകയാണ്. വെടിവെച്ച് കൊന്നു കഴിഞ്ഞതിന് ശേഷം പിടികൂടപ്പെട്ടു, അറസ്റ്റ് ചെയ്യപ്പെട്ടു, കോടതിയിൽ ഹാജരാക്കപ്പെട്ടു, വിചാരണയ്ക്ക് വിധേയമായി. എവിടെ നോക്കിയിട്ടും ഒരു രക്ഷയുമില്ല, കുറ്റവാളിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു, ശിക്ഷിച്ചേ പറ്റൂ. ആ രാജകുടുംബത്തിന് ഈ പറയുന്ന ഈ വധിക്കപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന് എത്ര ഭീമമായ തുക ചോദിച്ചാൽ കൊടുക്കാൻ കെൽപ്പുള്ള കുടുംബമാണ് രാജകുടുംബം. എന്നിട്ട് ആ രാജകുടുംബം പല പണിയും നോക്കി അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി കോടതി വിധിച്ചത് ഇത് തന്നെയാണ്. ഈ വിധി വിധിച്ചു, വധശിക്ഷ വിധിച്ചു. പിന്നെ കോടതിക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല, രാജാവ് പറഞ്ഞാൽ മാറ്റാനൊന്നും കഴിയില്ല. നമ്മുടെ നാടല്ലല്ലോ അത്. അപ്പൊ ഇവിടെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ജാതിയും മതവും നോക്കി ശിക്ഷിക്കാം, വിധിക്കാം, ഒക്കെ ചെയ്യാം. ഇര മുസ്ലിം അല്ലേ, ചെയ്തവൻ മുസ്ലിമാണോ, വധശിക്ഷ അല്ലെങ്കിൽ കഠിനമായ ശിക്ഷ. ഇര മുസ്ലിം അല്ലേ, ചെയ്തത് മുസ്ലിമാണോ, എങ്കിൽ അവന് വധശിക്ഷ. മറിച്ചാണെങ്കിൽ ഇല്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കും. ഖുർആനും സുന്നത്തും അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നാട്ടിൽ ഇതൊന്നും ഓടൂല. അതുകൊണ്ട് തന്നെയാണ് അവിടെ നടക്കാത്തത്. അവസാനം പല പണിയും നോക്കിയിട്ട് ഈ കൊല്ലപ്പെട്ടവന്റെ പിതാവ് പറഞ്ഞു, എന്റെ മകനെ കൊന്നവനെ കൊല്ലുക എന്നുള്ളതല്ലാതെ അതിനപ്പുറം എനിക്ക് അപ്പീലില്ല. ഒരു രാജകുമാരനെയാണ് വധിക്കപ്പെടുന്നത് ഈ നിയമത്തിന്റെ മുന്നിൽ. അതാണ് നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും അതുപോലെ തന്നെ തത്വസംഹിതകളുടെയും ഒക്കെ ആൾക്കാരുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ അവിടെ നമുക്ക് കാണാം. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്ലാം നീതിയിൽ അധിഷ്ഠിതമായിട്ട് തന്നെയാണ് എല്ലാ കാര്യവും കൊണ്ടുപോകുന്നത്. ഇവിടെ ഈ മലയാളി യുവാവിനെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചതും അത് തന്നെയാണ്. പിന്നെ ആ കുടുംബം ഒന്ന് അയഞ്ഞ് ഇത്ര തന്നാൽ രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അത്തരത്തിലുള്ള ഒരു കാര്യം ഇവിടെ അരങ്ങേറിയതെന്ന് നാം മനസ്സിലാക്കുക. ഇസ്ലാമിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് ഇസ്ലാമിനെ പഠിക്കലാണ് വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പഠിക്കൂല.
പഠിക്കാൻ ശ്രമിച്ചാൽ ഈ തെറ്റിദ്ധാരണ നീങ്ങും, ഉറപ്പാണ്. അത്ര സിമ്പിളാണ് ഇസ്ലാമിലെ നിയമം, അത്ര സിമ്പിളാണ് ഇസ്ലാമിലെ ശിക്ഷാ നിയമങ്ങൾ. ആർക്കും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതല്ല. കുറെ പേരെ കൈവെട്ടി, കൈയില്ലാത്ത കുറെ ആൾക്കാരുടെ തലവെട്ടി, തലയില്ലാത്ത കുറെ ആൾക്കാരെ എറിഞ്ഞു വന്ന്, കുറെ ആൾക്കാരെ അടിച്ച്, ഇങ്ങനെ ഒരു കിരാതമായ ഒരു രൂപമല്ല അത്. ശിക്ഷ നടപ്പിൽ വരുത്തുമ്പോൾ അങ്ങനെ തന്നെയല്ലേ. ഇപ്പൊ ഇന്ത്യ രാജ്യത്ത് വധശിക്ഷ വിധിച്ചാൽ ഉമ്മം വെക്കാൻ പറ്റൂലല്ലോ. ശിക്ഷ വിധിച്ച എങ്ങനെയാണോ ആ ശിക്ഷ നടപ്പിലോ വരുത്തിയേ പറ്റൂ. അതിന്റെ രൂപം അതാണ്. ആ നിയമം ഒന്ന് സൗദി അറേബ്യയിലേക്കോ അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളിലേക്കോ മാറുമ്പോൾ കിരാതമാകുന്നത് എങ്ങനെയാണ്? അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്തൊക്കെ കൈയില്ലാത്ത മനുഷ്യന്മാരല്ലേ കൂടുതൽ കാണുന്നത്? കാണൂല. രണ്ട് കൈയും നന്നായുള്ളവരെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. കാരണം എന്താ? അവര് ഈ ശിക്ഷ നടപ്പിലാക്കുന്നത് കാണുകയാണ്. എത്രയോ സംഭവങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ തന്നെ കണ്ടിട്ടുണ്ട്. ഇരു കൈയും ബാക്കിൽ കെട്ടി വധിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് എല്ലാവരുടെ മുന്നിൽ നിർത്തി, അവസാനം കണ്ണ് കെട്ടി, ലാസ്റ്റ് ആരാണോ വധിക്കപ്പെട്ടത് ആ വധിക്കപ്പെട്ടവന്റെ കുടുംബത്തിൽപ്പെട്ടവൻ മുന്നിൽ വന്നിരുന്നു കൊണ്ട് ഇവനെ മോചിപ്പിച്ചേക്കെന്ന് പറയുമ്പോൾ വാളുമായി വധിക്കാൻ കാത്തു നിൽക്കുന്ന നമ്മുടെ നാട്ടിലേക്ക് ആരാച്ചാരനെ പോലുള്ള ആൾക്കാർ അതിന്റെ പിന്നിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഓർഡർ കിട്ടാൻ വേണ്ടി. പക്ഷേ ഈ വ്യക്തിയുടെ കുടുംബത്തിൽപ്പെട്ട, ഈ വധിക്കപ്പെട്ടവന്റെ കുടുംബത്തിൽപ്പെട്ടവൻ മുന്നിൽ ചെന്നിരുന്നു കൊണ്ട് ഇയാളുടെ മുഖത്തോട് നോക്കി ഏതാനും ചില കാര്യങ്ങൾ പറഞ്ഞുമ്പോൾ പിന്നിലെ കൈ അഴിച്ചു വിട്ട് ആ വാള് ഉറയിലേക്ക് തന്നെ വിട്ട് തിരിച്ചു പോകുന്ന കാഴ്ച കാണണമെങ്കിൽ അത് ഇസ്ലാമിക സമൂഹത്തിൽ അല്ലാതെ കാണാൻ കഴിയില്ല, വേറെ എവിടെയും ദർശിക്കാൻ കഴിയില്ല. അത്ര പരിപാവനമാണ്, അത്ര ശ്രേഷ്ഠമാണ് ഇസ്ലാമിലെ ശിക്ഷാവിധികൾ പോലും. ശിക്ഷിക്കുന്നത് രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, ശിക്ഷിക്കുന്നത് സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ്, ശിക്ഷിച്ചില്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അതിന് ഇങ്ങനെയുള്ള കുറെ മാനുഷിക മുഖങ്ങൾ കൂടി നിശ്ചയിച്ചു. ഈ മാനുഷിക മുഖം കാണാതെ പോകുന്നതാണ് ഇസ്ലാമിലെ ശിക്ഷയെ സംബന്ധിച്ച്, ശിക്ഷാവിധികളെ സംബന്ധിച്ച് മോശമായി മനസ്സിലാക്കാൻ കാരണമാകുന്നതും. അങ്ങനെ പടർത്തുന്ന ആ പുക പടലത്തിന്റെ ഉള്ളിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മളും നമ്മളുടെ പേരുള്ളവരും പെട്ടുപോവുകയും ആ രൂപത്തിൽ ഇസ്ലാമിനെ വിമർശിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് വസ്തുനിഷ്ഠമായി പഠിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവുക. അതിലൂടെ ഈ തെറ്റിദ്ധാരണയുടെ പുകമറ മാറ്റാൻ കഴിയുമെങ്കിൽ അതാണ് നമ്മൾക്ക് ഈ ദീനിന് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയ സേവനം എന്ന് മാത്രം ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങൾ പോലും കൃത്യമായി മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് ഇസ്ലാമിന്റെ സുന്ദരമായ വെളിച്ചം ഈ ഇരുട്ടിന്റെ ലോകത്തേക്ക് കൂടുതൽ പ്രസരിപ്പിക്കാൻ സർവശക്തനായ അല്ലാഹു നമുക്കെല്ലാവർക്കും മുസ്ലിം ഉമ്മത്തിനും തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. കൊലയ്ക്ക് പകരം കൊല എന്നുള്ളത് വേദക്കാരായ ആളുകളിലും അറബികളിലും പ്രവാചകന്റെ നിയോഗത്തിന് മുമ്പ് തന്നെ അറബികളിലും ഒക്കെ എമ്പാടും ഉണ്ടായിരുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതിൽ ഇസ്ലാം ചെയ്തത് നീതിയും സമത്വവും ഉറപ്പുവരുത്തി എന്നത് മാത്രമേ ഉള്ളൂ. അവരൊക്കെ ചെയ്തുകൊണ്ടിരുന്നതിൽ ഒരുപാട് അസമത്വം ഉണ്ടായിരുന്നു, ഒരുപാട് അനീതിയുടെ അവസ്ഥകൾ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ മേലേക്കിടയിലുള്ളവരെ താഴേക്കിടയിലുള്ളവർ കൊന്നാൽ ആ കൊന്നവനെ കൊല്ലുന്നതിന് പകരം അവൻ താഴേക്കിടയിലുള്ളവനായതുകൊണ്ട് ഒന്നിലധികം പേരെ കൊല്ലുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഘാതകൻ അടിമയാണ് എങ്കിൽ ആ അടിമയുടെ യജമാനനെ കൊല്ലുമായിരുന്നു ഈ ഘാതകനായ അടിമയ്ക്ക് പകരം. ഇതൊക്കെ ജാഹിലിയ്യ കാലത്ത് ഉണ്ടായിരുന്ന സംഭവങ്ങളാണ്. സ്ത്രീ ആണെങ്കിൽ എന്ത് ചെയ്യും? ആ സ്ത്രീയെ വെറുതെ വിട്ടിട്ട് ഒന്നുകിൽ ആ സ്ത്രീയുടെ ഭർത്താവിനെ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു ആണിനെ കൊല്ലും. ഇനി ഉന്നത ഇതിൽപ്പെട്ട ആൾക്കാർ, വലിയ അഭിമാനത്തിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ, വലിയ ശക്തന്മാരായ ആൾക്കാരാണ് ഈ കുറ്റം ചെയ്ത് കൊല ചെയ്തതെങ്കിലോ അപ്പൊ ചെയ്യുന്നത്
എന്തെങ്കിലും ഉപായമോ അടവുകളോ കണ്ടെത്തിയിട്ട് അയാളെ ആ കുറ്റത്തിൽ നിന്ന് മോചിതനാക്കാനുള്ള സർവ്വശ്രമവും നടത്തുമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഞാൻ സൂറത്തുൽ ബഖറയിലെ ആ വചനം അവിടെ കൃത്യമായി അള്ളാഹു പഠിപ്പിച്ചു, അൽ അബ്ദു ബിൽ അബ്ദ് അൽ ഹുർറു ബിൽ ഹുർ, സ്വതന്ത്രന് പകരം സ്വതന്ത്രൻ, വൽ അബ്ദു ബിൽ അബ്ദ്, അടിമയ്ക്ക് പകരം അടിമ, പെണ്ണിന് പകരം പെണ്ണ് എന്നൊക്കെ കൃത്യമായി പറഞ്ഞതിന് ശേഷം പറഞ്ഞു, വല്ല വിട്ടുവീഴ്ചയും കിട്ടുകയാണെങ്കിൽ അത് സ്വീകരിക്കാം. ഇത്ര കൃത്യമാണ് ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങളെന്ന് ആലോചിച്ചു നോക്കും. അതുപോലെ നീതി പുലർത്തുന്ന രംഗത്ത് ഒരു നോട്ടവും പാടില്ല എന്നുള്ളത് ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്, കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ്, അല്ലാഹുവിന് സാക്ഷികളായും കൊണ്ട് നീതി നിലനിർത്തുന്നതിന് വേണ്ടി കണിശമായ നിലപാട് നിങ്ങൾ സ്വീകരിക്കണം വിശ്വാസികളെ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു, അത് നിങ്ങൾക്കെതിരാണെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരാണെങ്കിലും നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കെതിരാണെങ്കിലും ആർക്കെതിരാണെങ്കിലും നീതിക്ക് വേണ്ടി നിലകൊള്ളണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സൗദി രാജകുമാരന്റെയും ആ രാജകുടുംബത്തിന്റെയും അവസ്ഥ. രാജകുമാരനാണ്, വിട്ടില്ല, വെറുതെ വിട്ടില്ല. കാരണം വെറുതെ വിടാൻ പറയാനുള്ള അവകാശം കൊല്ലപ്പെട്ടവന്റെ പിതാവിന് മാത്രമേ ഉള്ളൂ, രാജാവിനില്ല, കോടതിക്കില്ല. ഇതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇത് തന്നെ ഇവിടെ പഠിപ്പിച്ചതും. ഇനി ഈ കക്ഷി വനിയോ ഫക്കീറോ, ദരിദ്രനോ ധനികനോ ആരോ ആകട്ടെ, അള്ളാഹുവാണ് അവരുമായി ഏറ്റവും അടുത്തവനും ബന്ധപ്പെട്ടവനും. ഫലാ തത്തബിഉൽ ഹവാ അൻ തഅദിലു, നിങ്ങൾ നീതിപൂർവമായി പെരുമാറേണ്ട സന്ദർഭത്തിൽ, പാലിക്കേണ്ട സന്ദർഭത്തിൽ ഒരിക്കലും നിങ്ങൾ തന്നിഷ്ടത്തെ പിൻപറ്റരുത്. വൈൻ തൽവു, നിങ്ങൾ വളച്ചൊടിക്കുകയോ ഔ തുഴിരുന്നു, അല്ലെങ്കിൽ തിരിഞ്ഞു കളയുകയോ ചെയ്താൽ ഫഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അല്ലാഹു. ഒരു കളിയും നടക്കൂല ഇസ്ലാമിക നിയമത്തിന്റെ മുന്നിൽ, നീതിയുടെ മുന്നിൽ. നീതിക്ക് വേണ്ടി നിലകൊള്ളാനുള്ള ആഹ്വാനമാണ്. അവിടെയാണ് ഇസ്ലാമിന്റെ നീതി നമ്മൾ കാണുന്നത്. അല്ലാതെ നൂറുകണക്കിന് മനുഷ്യന്മാരെ ചുട്ടുവന്നിട്ട് അങ്ങ് ഇന്ദ്രപ്രസ്ഥത്തിന്റെ മുകളിൽ കയറി ഇരിക്കണ ഒരു സംവിധാനമല്ല പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം, ഓർമ്മപ്പെടുത്താൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് ഹഖായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അതിലൂടെ ഇസ്ലാമിന്റെ പ്രഭ ഒന്നുകൂടി കൂടുതൽ ശക്തമായി ചരിക്കാൻ അള്ളാഹു തുണയ്ക്കുമാറാകട്ടെ. പ്രാർത്ഥനയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ഇന്നത്തെ കളക്ഷന്റെ ദിവസമാണ് ഇന്ന് ഈ മാസത്തെ. ആ കാര്യമെന്ന് ഓർമ്മിപ്പിക്കുന്നു. കഴിവിന്റെ പരമാവധി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നാം ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ഓപ്പറേഷനും സർജറിയൊക്കെ കഴിഞ്ഞ് പ്രയാസപ്പെടുന്ന പലർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ സർജറിയും ഓപ്പറേഷനും ഒക്കെ വിജയപ്രദമാക്കി കൊടുക്കുകയും പൂർണ്ണ സിഹത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുകയും അവരുടെ വേദനകൾ അള്ളാഹു ലഘൂകരിച്ചു കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബാദികളെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ നാട്ടിലെ സർവ്വ ആളുകൾക്കും അള്ളാഹുവിന്റെ സർവ്വവിധത്തിലുള്ള തൗഫീഖും അനുഗ്രഹങ്ങളും അള്ളാഹു ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.